എൻ്റെ ഈ പിന്നീ കാണുന്ന ഈ മാവുണ്ട്, ഈ മാവിൽ ഏകദേശം 50ഓളം വെറൈറ്റികൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 20ഓളം മാങ്ങകൾ നിലവിൽ കായ്ച്ച് ഉഷാറായിട്ട് കിടക്കുന്നുണ്ട്. അത് ആ ഗ്രാഫ്റ്റിംഗ് ചെയ്ത ഒരാളുണ്ട്, നമ്മുടെ എറണാകുളം ജില്ലയിൽ ചെറായിലുള്ള പ്രസാദേട്ടനാണ്. അദ്ദേഹത്തിന് നമുക്ക് പരിചയപ്പെടാം. അതേപോലെ തന്നെ ഈ മാവിനെയും നമുക്കൊന്ന് പരിചയപ്പെടണം. അപ്പം എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ദഹിക്കണ ആളാണ് പ്രസാദേട്ടൻ. പ്രസാദേട്ടൻ നമസ്കാരം. നമസ്കാരം. ഇതാണ് നമ്മുടെ മാവ് അല്ലേ? ഇതിന്റെ മദർ പ്ലാന്റ് ഏതാണ് വരുന്നത്? മൽഗോവയിലാണ് ചെയ്തേക്കണത് അല്ലേ? മൽഗോവയും ചെയ്ത. എത്ര വെറൈറ്റി ചെയ്തിട്ടുണ്ട് ഇതില്? ഇതുമ്മ ഏകദേശം ഒരു 50 ചെയ്തിട്ടുണ്ട്. 50 വെറൈറ്റി ചെയ്തിട്ടുണ്ട്. എത്ര കായ്ച്ചിട്ടുണ്ട്? അതിനകത്ത് ഒരു 20. പൂവിടുമല്ലോ മാവ്, അതെല്ലാം മാങ്ങയായിട്ട് മാറാറുണ്ടോ? അതെ, ഒരു മിക്കതും മാങ്ങയായിട്ട് മാറും. അതിനെന്താ ചെയ്യണത്? അതിനെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ സാധാരണ പണ്ട് നമ്മുടെ കാരണന്മാര് ചെയ്യണമാരെ തന്നെ പുകയിട്ട് കൊടുക്കണേ. പഴയ അലൂമിനിയം പാത്രമാണ്. അപ്പൊ അതിന് അടിയിൽ ഹോളൊക്കെ ഇട്ടിട്ട് ഇതിനകത്ത് നമ്മ പഴയ കടലാസും ഉണങ്ങിയ ചവറിടും. എന്നിട്ട് അതിന്റെ മീതെ നമ്മള് ഇതേമാതിരി തന്നെ പച്ച ചവറുകൾ ഇട്ട് പുല്ലുകളൊക്കെ ഇട്ട്. ഇത് പഴയതാണ് കേട്ടാ, എന്റെ വേറെ ഉണ്ട്. അപ്പൊ ഇത് ഒരുപാട് ആള് നിന്നോളും. സാധാരണ രീതിയിൽ ഒരു മാങ്കുല വലിയ മാങ്കുല ആയിരിക്കുള്ളൂ. ആ മാങ്കുലന്ന് ചിലപ്പോ 1-2 പിടിക്കുള്ളൂ. അപ്പൊ അത് ശരിക്കും കാണാൻ ആ കുഞ്ഞു മാങ്ങ കുത്തിപ്പോണാണത്. ആ കൊതുക് കുത്തിപ്പോണാണത്. ഈ രാത്രി സമയത്ത് ആൺകൊതുക് വന്ന് ഇത് കുത്തി അങ്ങനെ വീണ് പോണാണ്. അപ്പൊ ഈ പുകയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊതുക് വരൂല. അടിയിൽ തുളയിട്ടേക്കണ എന്താണ്? തുളയിട്ടാക്കണ അടിയിൽ നിന്ന് എയർ വലിക്കാനാണ്, വലിക്കാൻ വേണ്ടിയാണ്. ഈ സാധാരണ അത് പോയൂല. താഴെയല്ല, നമ്മ ഒരു 2 ഇഷ്ടിക വെച്ചിട്ട് അതിന്റെ മീതെ നമ്മ അത് വെക്കും. എന്നാലും അടിയിൽ നിന്ന് എയർ വലിക്കുള്ളൂ. ഇങ്ങനെ വെക്കുമല്ലേ? 2 ഇഷ്ടിക ഇങ്ങനെ വെക്കുമല്ലേ? ഓക്കെ ഓക്കെ. എന്നിട്ട് ഇതിനകത്ത് നമ്മ ആദ്യം കടലാസ് ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് ഷവർ ഇട്ടിട്ട് നമ്മ ഇത് കത്ത് പിടിച്ചു കഴിയുമ്പോ പുല്ലൊക്കെ ഇടും. അപ്പൊ ഇങ്ങനെ പുകഞ്ഞോണ്ടിരിക്കും. അപ്പൊ ഈ കൊതുകൾ വരില്ല. കൊതുകൾ വരിക മാത്രമല്ല, കായ്ച്ചയും വരില്ല. കായ്ച്ചക്ക് നമ്മ കെണി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ മാവില് കേടുവരാറുണ്ട്, പുഴു വരാറുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് ഇതിങ്ങനെ ചെയ്യണ കാരണം പുഴു വരാറില്ല. ഇതിപ്പോ എല്ലാ സ്ഥലത്തോട്ടും മാറ്റി വെക്കണമെന്നുണ്ടോ? അതുമില്ല, ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നാൽ ആദ്യമായിട്ട് അതിന്റെ ഒരു സൈഡിൽ ഒരു തുണി എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ കാറ്റിനെതിരായിട്ട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന രീതിയിൽ പുക നേരെ പോയിക്കോളും. അതുകൊണ്ട് ഇടുന്ന പൂക്കളെല്ലാം തന്നെ കായ്കളായിട്ട് മാറും അല്ലേ? രണ്ടാമതെന്ന് പറയണത് ഈ മാവിന് കാർബൺ ഡൈ ഓക്സൈഡ് ഏറ്റവും ഗുണമുള്ള വസ്തുവാണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചിട്ടാണല്ലോ അത് ആഹാരം പാകം ചെയ്യുന്നത്. മനസ്സിലായില്ല? ഈ ഉച്ച സമയത്തൊക്കെ ഉച്ചല്ല പകല്. അപ്പൊ ഈ പുകയും കൂടി ഇട്ട് കൊടുക്കുമ്പോ അതിന് ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് വലിക്കും. മാവ് തെങ്ങുകളിലൊക്കെ ഒരു വളവും ചെയ്യാണ്ട് ഇഷ്ടംപോലെ തേങ്ങകളും മാങ്ങയൊക്കെ ഉണ്ടാവുന്ന അതുകൊണ്ടാണ്. ഇതാണ് ചന്ദ്രക്കാരൻ. ഇത് ആകെ ഈ ഒരു ചെറിയ കൊമ്പുമാണ്. ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കി. കുളമ്പാണിത്. കുളമ്പ് അതൊരു പ്രത്യേക വെറൈറ്റി ആണ്. ചുണ്ടക്കുള്ള പന്തലുമാവെന്ന് പറയും. നല്ല മധുരമുള്ള മാങ്ങ. മൂവാണ്ടനാണത്. മൂവാണ്ടടി കാലപ്പാടി ഇത്തവണ ഒരുപാട് പൂത്തറുണ്ട്. അതല്ലേ? അത് കാലപ്പാടി അല്ലേ? ഇത് ഇതേമാതിരി തന്നെ ഒരുപാട് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. പല ആൾക്കാരും കൊണ്ടുപോകുന്നുണ്ട്. വാട്ടർ ഗ്രാഫ് ഈ വെള്ളം വെച്ച് കൊടുക്കും, ഇവിടെ പിടിപ്പിക്കും. അപ്പൊ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മ സെന്ററിൽ പൊളിച്ചു വെച്ച് കഴിഞ്ഞാല് ഈ കമ്പ് നേരെ മേപ്പോട്ട് പോകും. മറിച്ച് ഇതാവുമ്പോ ഇത് ശാഖയായിട്ടാണ് വന്നെ. ഇത് കണ്ടില്ലേ ഇപ്പൊ എത്ര ശാഖയാണ് ഈ ചെറിയ കമ്പനി. ഇത് അടുത്ത കൊല്ലം ഗ്യാരണ്ടിയാണ് ഇത് പൂക്കും. കവറിൽ വെള്ളം നിറച്ചിട്ട് ഇതിപ്പോ കളയാ വേണമെങ്കിൽ, ഞാൻ വെറുതെ എന്നാലും വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ നമുക്ക് വേനൽക്കാലത്ത് ചെയ്യാവുന്നതാണ്. സമയത്ത് ഏത് സമയത്ത് നമുക്ക് ചെയ്യാം, ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. എന്റെ വീട്ടിലൊരു മാവ് കായ്ക്കാണ്ടിരിക്കുന്നുണ്ട്, 5-6 വർഷമായി. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? പൂക്കാനായിട്ട് ഒരുപാട് വേറെ രീതിയൊക്കെ ഉണ്ട്. 200 ഗ്രാം മുരിങ്ങയില, പിന്നെ 250 ഗ്രാം ശർക്കര, അത് ഒക്കെ കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു അതിന്റെ നാരൊക്കെ കളഞ്ഞ ഇല മാത്രമാക്കി ഇട്ടിട്ട് ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് 200 ഗ്രാം കട്ടത്തൈരി ഇതിനകത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇത് വെക്കാം. ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഇത് ഒക്കെ കൂടെ മിക്സ് ചെയ്ത് എടുത്തിട്ട് ഒരു 100 മില്ലിക്ക് ഒരു 400 മില്ലി വെള്ളം ചേർത്തിട്ട് അപ്പൊ ഡൈലൂട്ടായല്ല ഒഴിച്ചു കൊടുക്കും. പെട്ടെന്ന് കായ്ക്കാണ്ട്. പിന്നെ വേറെ ഒരെണ്ണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് വേപ്പ് പിണ്ണാക്ക്, എല്ലുപൊടി, കപ്പലണ്ടി പിണ്ണാക്ക്, അതിൽ കുറച്ച് പൊട്ടാഷ്യം കൂടി ഇടാം. എന്നിട്ട് അതവിടെ അങ്ങനെ തന്നെ അടച്ചു വെക്കുക. അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഇതിൽ നിന്ന് തെളി ഊറ്റിയിട്ട് ഒരു 3 ഇരട്ടി വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കുക. അത് ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഉണ്ടായിക്കോളും.
കായ്ക്കാണ്ടിരിക്കണ മാവാണ്. കായ്ക്കാണ്ട് അത് ഏത് മാസം ചെയ്യണം? അത് നമ്മ ഒക്ടോബറോ? ഒക്ടോബർ ഒക്കെ പൂക്കണേക്കും 2-3 മാസത്തിന് മുമ്പ് ചെയ്യുക അല്ലേ? നമ്മ എല്ലാ ദിവസവും മാവ് ഒരെണ്ണം നട്ടത് കൊണ്ട് കാര്യമില്ല, എല്ലാ ദിവസവും അതിന്റെ അരിയത്തി നിന്ന് അതിനോട് സംസാരിക്കണം. അപ്പൊ ഈ ശബ്ദം മാവുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല പ്രസാദേട്ടൻ എന്താണ് സംസാരിക്കൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, നിനക്ക് വളമൊക്കെ ഇട്ട് തന്നെയല്ലേ, നീ മാങ്ങ ഉണ്ടാവും. അപ്പൊ നമ്മ എന്ത് കാര്യം നമ്മ ആർക്ക് എന്ത് ചെയ്ത് കൊടുത്താലും അതിന് നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങാടും അത് ഉപകാരം ചെയ്യും. അതെല്ലേ? അതിനൊക്കെ ഒന്ന് നമ്മളുടെ മക്കളെ പോലെ ഒന്ന് തടകിയൊക്കെ കൊടുത്ത് ഈ ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ളതാണ്. നമ്മ അതിനെ നോക്കണം, സംരക്ഷിക്കണം. ഒരു പ്ലാവായാലും ഒരു ദിവസമെങ്കിലും അതിൻ്റെ വരെ ചെന്ന് ഒന്ന്, അതോടൊപ്പം തന്നെ നമുക്കും ഗുണമല്ലേ, നല്ല ശുദ്ധമായ ഓക്സിജനല്ലേ നമുക്ക് തരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പള്ളി അമ്പലങ്ങളിലൊക്കെ ഉള്ള മാവുകൾക്ക് നമ്മ വളവും വെള്ളവും ഒന്നും ഇട്ട് കൊടുക്കാനുള്ള ഇഷ്ടംപോലെ മാങ്ങയും അതേപോലെ ചക്കയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതിന്റെ ഒരു ശരിയായ വശം എന്ന് പറയണത് സ്വന്തമായിട്ട് തന്നെ അത് വളവും വെള്ളവും ഒക്കെ വലിച്ച് വേരുകൾ വലിച്ച് വരുമ്പോൾ, അതുകൂടാണ്ട് പള്ളിയിലൊക്കെയും അമ്പലങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ ഒക്കെ പങ്കെടുക്കണതാണല്ലോ ഉത്സവം ഇതൊക്കെ വരുമ്പോൾ. അപ്പോൾ അവിടെ ഭയങ്കര ശബ്ദങ്ങളും പിന്നെ വെടിക്കെട്ടൊക്കെ വരുമ്പോൾ അവിടെ ഈ വെടിക്കെട്ടിൻ്റെ ഈ പുകയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഈ മാവുകൾക്കും ചെടികൾക്കൊക്കെ ഒരുപാട് ഗുണം ചെയ്യും. ഇത് തന്നെ വേറെ രീതിയിൽ പറയാം, നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞു പോയതാണ്, ബസ് പോകുമ്പോൾ റോഡ് സൈഡിലുള്ള തെങ്ങുകളിലൊക്കെ ഇഷ്ടം പോലെ, പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന അരിയത്ത് മുട്ടി നിൽക്കുന്ന തെങ്ങുകളിൽ ഒരുപാട് കായുണ്ടാവും ഇല്ലേ. അതിനൊരു വളോ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലെങ്കിലും ഉണ്ടാവും. കാരണം ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാല് ശബ്ദം, മനുഷ്യൻ്റെതായ ശബ്ദം ഭയങ്കര ഇഷ്ടമാണ്. അതിന് കായ്കളൊക്കെ ഉണ്ടാവാനായിട്ട് കൂടുതൽ സാധ്യത കൂടുതലാണ്. അപ്പൊ മാവുകളോട് എല്ലാ ദിവസവും സംസാരിക്കണം, അടുക്കണം. അതിൻ്റെ നമുക്ക് ഗുണമാണ്. മാവ് മാത്രമല്ല എല്ലാ ചെടികളും. ഇത് എൻ്റെ സ്വദേശം എറണാകുളം ജില്ല വൈപ്പിൻ ചെറായി ഗൗരീശ്വരം അമ്പലത്തിന് ക്ഷേത്രത്തിനടുത്താണ്. ഇത് പല ആൾക്കാർക്കും ഇങ്ങനെ മാവ് പൂക്കാണ്ടും മാങ്ങ ഉണ്ടാവാൻ വേണ്ടി ഇതേമാതിരി തന്നെ അടുത്തൊക്കെ ഞാൻ വന്ന് പിടിപ്പിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഞാൻ വേറെ നഴ്സറിയിൽ നിന്ന് മാവ് മേടിച്ചാക്കണത് ഇത് പിടിപ്പിച്ച് 3-4-5 ഒക്കെ നമ്മൾ പിടിപ്പിച്ച് വെച്ചാറുണ്ട്. ഇത് കൊണ്ടൊന്ന് നട്ടാൽ മതി. അപ്പം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാവ് കാണുക, അതേമാതിരി ഗ്രാഫ്റ്റിംഗ് ചെയ്ത് വെച്ചാക്കണയൊക്കെ കാണുക. ഇതൊക്കെയാണ് കൂടുതൽ പറയാനുള്ളത്. എല്ലാ വെറൈറ്റി മാങ്ങകളുണ്ട്, ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. സത്യസന്ധമായിട്ട് ഇത് കാണാൻ പറ്റും നിങ്ങൾക്ക്. പല വെറൈറ്റി, എല്ലാ വെറൈറ്റി മിയാസാക്കി വരെയും പിടിച്ചിട്ടുണ്ട്. അതേപോലെ നാംടോക്കുമായി ഉണ്ട്, കാലപ്പാടി ഉണ്ട്. നല്ല നല്ല വെറൈറ്റി മാങ്ങകൾ പിടിച്ചിട്ടുണ്ട്.